ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് പ്രിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇച്ചായ ഇന്ന് എന്തുവാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. നമുക്കൊരു അടിപൊളി ചിക്കൻ കറിയുടെ വീഡിയോ വേണ്ടിയിട്ട് വേഗം വരാം. വായോ. ആവശ്യത്തിന് ചിക്കൻ എടുക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് മുളക്. അപ്പൊ ഞാൻ ഇതിൽ ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ഇത്ര എണ്ണ മതി. കുറച്ച് ഉള്ളിയല്ലേ നമുക്ക് വഴറ്റിയെടുക്കാനുള്ളൂ, അതിനാവശ്യത്തിന് എണ്ണ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം മീഡിയത്തിലാണ് ഇട്ടേക്കുന്നത്, ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ഫ്ലെയിം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ കറുവപ്പട്ടയും ഏലക്കയും കൂടി നമുക്കിടാം. ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇല്ല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം കുറച്ച് എണ്ണ ചൂടായിട്ടുണ്ട്, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സിമ്മിലേക്ക് ആക്കിയത്. ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവണം. അന്നപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്ലെയിം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊന്നും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. മുഴുവൻ ഇടുന്നില്ല, കുറച്ച് നമുക്ക് കറിയിലേക്ക് അല്ലാതെ ഇടാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴഴണം. ഇനി വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കാൻ വേഗത്തിൽ വഴറ്റിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് പൊടി കൈകളൊക്കെ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ പേരൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. കുറച്ച് ഉപ്പ് എടുത്തിട്ട്, ഒരു ഉപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം, വേഗം വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. വേഗം വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്തൊന്ന് ചൂടാക്കാൻ. ഉപ്പായിട്ട് അപ്പം നമ്മളതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ അത് നന്നായിട്ടൊന്ന് തക്കാളിയും ഒന്ന് വെന്ത് അതിനകത്തേക്ക് ഉടയണം. നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയുണ്ട്, ചിക്കൻ മസാലപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാലപ്പൊടിയുണ്ട്, നമ്മുടെ കാശ്മീരി മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം നമ്മൾ സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചൂടായതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു എല്ലാ പൊടിയും ചൂടെ വന്നിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പച്ചച്ചോവ വന്നാൽ രസം ഉണ്ടാവില്ലല്ലോ. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, അതൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ഇടുവാണ്. അപ്പോൾ നമുക്ക് ഈ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാവണം. മല്ലിപ്പൊടി അത്യാവശ്യം സമയം എടുക്കുന്നു. ചൂടായി നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചൂടാക്കി വെക്കണം. ഇപ്പം ഞാൻ സിമ്മിന്ന് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോവല്. നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കൻ മസാലപ്പൊടി കൂടി ഇതിനകത്ത് നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ കുറവാന്ന് തോന്നിയാൽ നമ്മൾ പൊടിയൊക്കെ ചൂടാക്കി കഴിഞ്ഞ് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ കുറച്ചൊന്ന് നമ്മുടെ എണ്ണ കിടന്നൊന്ന് ചൂടായാലേ അതിനകത്തിൻ്റെ ഒരു കട്ടി ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ കേട്ടോ. ചിക്കൻ മസാലപ്പൊടി ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഇവിടെ കുട്ടികൾ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണ്ടവരാണെങ്കിൽ കുറച്ച് അതിൻ്റെതായതിനനുസരിച്ച് അളവുകളൊക്കെ എടുത്ത് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് എല്ലാ പൊടികളും കൂടി ചൂടായി വന്നാൽ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മുടെ ചിക്കൻ ഇതിനകത്തിട്ട് കുറച്ച് ചൂടായി വെള്ളം ആഡ് ചെയ്ത് നമുക്ക് വേവിച്ചാൽ മതി. ഈസി ചിക്കൻ കറി നമുക്ക് ഇവിടെ തയ്യാറായി. നമ്മുടെ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ചിക്കൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ ചൂടാക്കി എടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി നന്നായിട്ട് ഇതെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഈ ചിക്കൻ ഒന്ന് ചൂടാവണം ചെറുതായിട്ട്. കാരണം ഈ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ഞാൻ കുറച്ച് മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി,
നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മൾ ചിക്കൻ കറിക്ക് അത്ര രുചി കിട്ടില്ല. നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ കറിക്ക് കുറച്ചുകൂടി രുചി കൊടുക്കുക. അത് ഞാനിവിടെ കുറച്ച് കെറ്റിലിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമുക്ക് അത് ആ ചൂടോടെ തന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പോൾ നമുക്കതിന് പാകത്തിനായിട്ടുണ്ടാവില്ല, ഉള്ളിക്ക് മാത്രം ഇട്ടുള്ളത് കൊണ്ട് നമ്മൾ ചിക്കൻ കൂടി ഇപ്പം ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മാത്രം നമുക്കിനി വെള്ളം ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് കുറച്ച് ചാറ് വേണം ഇവിടെ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് നല്ല ചൂട് വെള്ളം നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് നന്നായിട്ട് ഇനി നമുക്ക് ഫുൾ ഫ്ലെയിം ഇടാം. കാരണം നമ്മൾ ചിക്കൻ ചെയ്യാൻ വേണ്ടി കിട്ടണമല്ലോ. ഒരു 25 മിനിറ്റ് ഉണ്ട്. ഒരു 25 മിനിറ്റ് നമുക്ക് നന്നായി ചിക്കൻ കറി ആയി കിട്ടും. അപ്പം നമ്മൾ ചിക്കൻ കറിയിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അതിന് ചൂടായി വരണത്രേ. അതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്തുള്ള ഒരിക്കലും ആഡ് ചെയ്യാതിരുന്നാൽ മതി. നമ്മളുടെ കറിക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ലൂസാക്കി കിട്ടാൻ പറ്റും. കാരണം ഇതിനകത്ത് എന്തായാലും വേവില്ല. ചിക്കൻ വേണേൽ കുറച്ച് വെള്ളം എന്തായാലും വേണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യും. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഈ ആവിയിൽ വെന്ത് കിട്ടണം. നമുക്ക് ഈ വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം. ഓവർ വെള്ളമൊന്നും ആയിപ്പോയിട്ടില്ല, ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്യാണ്. കുരുമുളക് പൊടി, കുരുമുളക് പൊടിയും ഗരം മസാല പൊടി കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നല്ല ആവി പറക്കുന്ന ചിക്കൻ കറി റെഡിയായി.